സ്കൂൾ ഫീസ് അടയ്ക്കാൻ നിർവാഹമില്ലാതെ അച്ഛനും അമ്മയും സങ്കടപ്പെട്ടപ്പോൾ അവൻ്റെ ഉള്ളിലെ സങ്കടം തനിക്ക് ക്രിക്കറ്റ് പഠിക്കാൻ സാധിക്കുന്നില്ല എന്നോർത്തായിരുന്നു. അവനെ പോലെ ഇങ്ങനെ സങ്കടപ്പെട്ട അനേകം ചെറുപ്പക്കാരെ പോലെ തെരുവിൽ തന്നെ നഷ്ടപ്പെട്ടു പോകുമായിരുന്ന ആ ബാല്യം ഇന്ന് ഇന്ത്യൻ ക്രിക്കറ്റിൻ്റെ ഉന്നതിയിലെത്തിയിട്ടുണ്ടെങ്കിൽ അത് കാലം നമുക്കായി കാത്തുവെച്ച മറ്റൊരു കുസൃതിയായിരിക്കാം. രോഹിത് ഗുരുനാഥ് ശർമ്മ എന്ന പേര് ഇന്ത്യൻ ക്രിക്കറ്റ് ലോകം കേട്ടു തുടങ്ങിയത് 2007 T20 ലോകകപ്പ് മുതലാണ്. ഇന്ത്യൻ ക്രിക്കറ്റിനെ സംബന്ധിച്ച് അതിനിർണായകമായൊരു കാലഘട്ടം. ലോകകപ്പിലെ ദയനീയ പരാജയത്തോടെ സീനിയർ കളിക്കാർ T20 ലോകകപ്പിൽ നിന്നും സ്വയം മാറുന്ന യുവതാരങ്ങൾക്ക് അവസരം കൊടുത്തത് രോഹിത്തിനെ പോലുള്ള താരങ്ങൾക്ക് അനുഗ്രഹമായി. ക്രിക്കറ്റ് ആരാധകരെ ആവേശ കൊടുമുടിയിലെത്തിച്ച പല മത്സരങ്ങളും ശരിക്കും കാഴ്ചയുടെ ദൃശ്യവിരുന്നൊഴുക്കി. ഭാവിയിൽ ഇന്ത്യൻ ക്രിക്കറ്റിനെ മുമ്പോട്ട് കൊണ്ടുപോകാൻ പ്രാപ്തിയുള്ള പല താരങ്ങളും ഈ ടൂർണമെൻറ്റിനിടെ ഉയർന്നു വന്നു. ഇന്ത്യയുടെ അതിനിർണായകമായ മത്സരം അന്ന് സൗത്ത് ആഫ്രിക്കയ്ക്കെതിരെ നടക്കുകയാണ്. മുൻനിര തകർന്ന ആ മത്സരത്തിൽ തൻ്റെ സ്വന്തസിദ്ധമായ ശൈലിയിൽ ബാറ്റ് ചെയ്ത രോഹിത് ശർമ്മ നേടിയ അതിനിർണായകമായ റൺസാണ് ഇന്ത്യൻ വിജയത്തിൽ നിർണായക പങ്ക് വഹിച്ചത്. ശേഷം ഫൈനൽ പോരാട്ടത്തിൽ ഉമർ ഗുല്ലും മുഹമ്മദ് ആസിഫും സൊഹൈൽ തൻവീറും മുടങ്ങിയ പാകിസ്ഥാൻ്റെ നിരക്കെതിരെയും ഇന്ത്യൻ ബാറ്റിംഗ് തകർന്നു. അന്ന് ഗൗതം ഗംഭീറിനൊപ്പം രോഹിത് ശർമ്മ ആ ബാറ്റിംഗ് കൂട്ടുകെട്ടിൽ അതിനിർണായകമായ പങ്ക് വഹിച്ചു. അവസാന ഓവറിൽ ശരിക്കും രോഹിത് ശർമ്മ വെടിക്കെട്ട് തീർക്കുകയായിരുന്നു. അങ്ങനെ ആ ലോകകപ്പ് വിജയത്തിൽ തൻ്റെ പങ്ക് രോഹിത് മനോഹരമായി തന്നെ വഹിച്ചു. കുട്ടി ക്രിക്കറ്റിനെ ഇന്ത്യൻ ക്രിക്കറ്റിൽ ജനകീയമാക്കുന്നതിൽ നിർണായക പങ്ക് വഹിച്ച IPLൻ്റെ ആദ്യ 3 സീസണിൽ ഹൈദരാബാദ് ഡെക്കാൻ ചാർജേഴ്സിൻ്റെ കൂടെയായിരുന്നു രോഹിത് ശർമ്മ. പിന്നീട് മുംബൈ ഇന്ത്യൻസിൻ്റെ കൂടെ ചേർന്നു. ഈ കാലയളവിൽ രോഹിത് ശർമ്മ എന്ന ബാറ്റ്സ്മാനും രോഹിത് ശർമ്മ എന്ന നായകൻ്റെയും വളർച്ച നാം കണ്ടു. IPLൽ ഏറ്റവും കൂടുതൽ റൺസ് നേടുന്ന താരങ്ങളുടെ ലിസ്റ്റിൽ രോഹിത് ശർമ്മ ഇന്നും മുൻപന്തിയിൽ തന്നെയുണ്ട്. അതിനിടെ IPL 2ാം സീസണിൽ ഹാട്രിക് നേടി ബോളിങ്ങിലും രോഹിത് തൻ്റെ കഴിവ് കാട്ടി. ഹൈദരാബാദ് കിരീട വിജയം നേടിയ ആ സീസണിൽ രോഹിത് ശർമ്മ എന്ന താരം വഹിച്ച പങ്ക് വളരെ വലുതായിരുന്നു. എന്നാൽ രോഹിത് എന്ന താരത്തിൻ്റെ വളർച്ച മുംബൈ ഇന്ത്യൻസിൽ ചേർന്നതിന് ശേഷം കൂടുതൽ മനോഹരമായി അല്ലെങ്കിൽ മെച്ചപ്പെട്ടു എന്ന് നമുക്ക് യാതൊരു സംശയവുമില്ലാതെ പറയാൻ സാധിക്കും. അവിടെ രോഹിത് എന്ന ബാറ്റ്സ്മാൻ മാത്രമായിരുന്നില്ല, രോഹിത് എന്ന നായകനും കൂടിയായിരുന്നു ഒരുപോലെ വളർന്നു വന്നത്. കുട്ടി ക്രിക്കറ്റ് ബുദ്ധിയുടെ കൂടെ കളിയാണെന്ന് തെളിയിക്കുന്ന രീതിയിൽ പല തീരുമാനങ്ങൾ എടുക്കാനും ഫീൽഡ് ഒരുക്കാനുമൊക്കെ രോഹിത്തിന് അസാധാരണ മിടുക്കുണ്ടായിരുന്നു. മുംബൈ ഈ കാലയളവിൽ നേടിയ കിരീട വിജയങ്ങളിൽ എല്ലാം രോഹിത് ശർമ്മ എന്ന നായകൻ വഹിച്ച പങ്ക് വളരെ വലുതാണ്. ഏറെ കഴിവുണ്ടായിട്ടും ഇന്ത്യൻ ക്രിക്കറ്റിൻ്റെ ഭാവി എന്നുമൊക്കെ രോഹിത് ശർമ്മയെ 2007 T20 ലോകകപ്പ് വിജയത്തിന് ശേഷം പലരും വിശേഷിപ്പിച്ചു. എന്നാൽ അലസത, പരിശ്രമക്കുറവ് എന്നിവയെല്ലാം കാരണം രോഹിത് ശർമ്മ കിട്ടിയ പല അവസരങ്ങളും നന്നായി ഉപയോഗിച്ചില്ല. ഇടയ്ക്ക് എപ്പോഴെങ്കിലും നല്ലൊരു ഇന്നിങ്സ് കളിച്ചെങ്കിൽ മാത്രം. അതിനാൽ തന്നെ രോഹിത് ശർമ്മ സ്ഥിരതയുടെ കുറവിൻ്റെ പേരിൽ പലപ്പോഴും തഴയപ്പെട്ടു. അതിന് രോഹിത്തിന് കിട്ടിയ ശിക്ഷ വളരെ വലുതായിരുന്നു. 2011 ലോകകപ്പിൽ ടീമിൽ അദ്ദേഹത്തിന് സ്ഥാനം കിട്ടിയില്ല. ആ കിരീട നേട്ടം ഇന്ത്യ മുഴുവൻ ആഘോഷിച്ചപ്പോൾ തനിക്ക് കിട്ടിയ അവസരമോർത്ത് രോഹിത് ശർമ്മ സങ്കടപ്പെട്ടു. തൻ്റെ വിധിയോർത്ത് രോഹിത് ശർമ്മ സങ്കടപ്പെട്ടു. അയാൾക്ക് ഇനിയൊരു തിരിച്ചുവരവില്ല എന്ന് പ്രതീക്ഷിച്ചിരുന്നപ്പോൾ കഠിനാധ്വാനത്തോടെ രോഹിത് ശർമ്മ പതുക്കെ ടീമിൽ സ്ഥാനമുറപ്പിച്ചു. 2013 ചാമ്പ്യൻസ് ട്രോഫിയിൽ ശിഖർ ധവാനുമൊത്ത് രോഹിത് ശർമ്മ ഓപ്പണറായി. അതോടെ പിന്നീട് ആ ഓപ്പണിംഗ് കൂട്ടുകെട്ട് പിന്നീട് ഇന്ത്യൻ ക്രിക്കറ്റിൽ മായാജാലം തീർത്തു. തുടർച്ചയായ മികച്ച പ്രകടനങ്ങളിലൂടെ താൻ ടീമിൻ്റെ അവിഭാജ്യ ഘടകമാണെന്ന് രോഹിത് ശർമ്മ എന്ന ആ ചെറിയ ചെറുപ്പക്കാരൻ തെളിയിച്ചു. ഏകദിനത്തിൽ ആരും നേടാത്ത 200 എന്ന മാന്ത്രിക സ്കോർ നേടി നമ്മുടെ സച്ചിൻ ടെണ്ടുൽക്കർ ചരിത്രത്തിൻ്റെ ഭാഗമായപ്പോൾ പിന്നാലെ രോഹിത്തും സേവാഗുമൊക്കെ ആ നേട്ടത്തിൻ്റെ ഭാഗമായി. ഏകദിനത്തിലെ ഏറ്റവും ഉയർന്ന സ്കോറായ 264 നേടിയതുൾപ്പെടെ 3 ഇരട്ട സെഞ്ചുറികളാണ് രോഹിത് തൻ്റെ പേരിൽ കുറിച്ചത്. അടുത്തത് 300 എന്ന മാന്ത്രികാക്കം ആരെങ്കിലും കുറിക്കുകയാണെങ്കിൽ അത് രോഹിത് ശർമ്മയായിരിക്കും എന്ന് പറയുന്ന രീതിയിൽ ആരാധകരെ എത്തിക്കാനും രോഹിത് ശർമ്മയ്ക്ക് സാധിച്ചു. 2015 ലോകകപ്പിൽ ഇന്ത്യയെ സെമിയിലെത്തിക്കുന്നതിൽ രോഹിത് ശർമ്മ വഹിച്ച പങ്ക് വളരെ വലുതാണ്. ഇന്ന് ലോകത്തിലെ ഏറ്റവും മികച്ച 2 ബാറ്റ്സ്മാൻമാരായ രോഹിത് ശർമ്മയും വിരാട് കോഹ്ലിയുമൊക്കെ നമ്മുടെ ടീമിൻ്റെ ഭാഗമാണെന്ന് അഭിമാനത്തോടെ ആരാധകരെ കൊണ്ട് പറയിക്കുന്ന രീതിയിൽ രോഹിത് ശർമ്മയ്ക്ക് ഈ കാലയളവിൽ തൻ്റെ കളികൾ മെച്ചപ്പെടുത്താനായി. 2015 ലോകകപ്പിലെ മികച്ച പ്രകടനം കൂടാതെ 2019 ലോകകപ്പ് ശരിക്കും രോഹിത് ശർമ്മയുടെ ടൂർണമെൻ്റ് ആയിരുന്നു. ആ ടൂർണമെൻറ്റിൽ 648 റൺസാണ് ഹിറ്റ്മാൻ രോഹിത് വാരിക്കൂട്ടിയത്. രോഹിത്തും വിരാട് കോഹ്ലിയും ഒക്കെ വളരെ മികച്ച പ്രകടനം നടത്തിയ ആ ലോകകപ്പിൽ സെമിഫൈനലിൽ ഇന്ത്യ തോറ്റത് ശരിക്കും സങ്കടമുണ്ടാക്കിയ കാഴ്ചയായി. അന്ന് സെമിഫൈനലിൽ പരാജയത്തിന് ശേഷം രോഹിത് ശർമ്മ സങ്കടത്തോടെ ഇരുന്ന ചിത്രം ഇന്നും നമ്മുടെയൊക്കെ മനസ്സിൽ ഉണ്ട്. കാരണം അയാൾ ആ കപ്പ് അത്രമേൽ ആഗ്രഹിച്ചിരുന്നു. കാലങ്ങൾ കഴിഞ്ഞു. അഹമ്മദാബാദിലെ നരേന്ദ്രമോദി സ്റ്റേഡിയം. ലക്ഷക്കണക്കിന് ആരാധകർ നിശബ്ദരായി ഇരിക്കുകയാണ്. ആകാശം ഇടുത്തി പോലെ കാലങ്ങൾ കഴിഞ്ഞു.
കാലങ്ങൾ കഴിഞ്ഞു. അഹമ്മദാബാദിലെ നരേന്ദ്രമോദി സ്റ്റേഡിയം. ലക്ഷക്കണക്കിന് ആരാധകർ നിശബ്ദരായി ഇരിക്കുകയാണ്. ആകാശം ഇടിഞ്ഞു വീണതുപോലെ രോഹിത് ശർമ്മ ഡ്രസ്സിംഗ് റൂമിലേക്ക് നടന്നു നീങ്ങുന്നു. തുടർച്ചയായി 10 വിജയങ്ങൾക്ക് ശേഷം ഫൈനലിൽ ഇന്ത്യക്ക് കാലിടറി. ആ നായകൻ്റെ സങ്കടത്തിൽ ഇന്ത്യ മുഴുവൻ അന്ന് തേങ്ങി. കാരണം ഒരു ടൂർണമെൻറ്റിൽ ഇത്രത്തോളം ആധിപത്യത്തോടെ കളിച്ച് എങ്ങനെയാണ് ആ തൊട്ടരികിൽ ഒരു വിജയം നഷ്ടപ്പെടാൻ സാധിക്കുക? ശരിക്കും രോഹിത് ശർമ്മ എന്ന നായകനും ഇന്ത്യ മുഴുവനും കരഞ്ഞൊരു രാത്രിയായിരുന്നു അത്. അതിനിടെ ഹിറ്റ്മാൻ്റെ യുഗം അവസാനിച്ചു എന്ന് പലരും പറഞ്ഞു. മാസങ്ങൾ കടന്നുപോയി. വിമർശകർ അമ്പെയ്തുകൊണ്ടിരുന്നു. പ്രായം തളർത്തുവെന്നും ക്യാപ്റ്റൻസി മാറണമെന്നുമൊക്കെ മുറവിളികൾ ഉയർന്നു. പക്ഷേ രോഹിത് മൗനത്തിലായിരുന്നു. ആ മൗനം ഒരു കൊടുങ്കാറ്റിൻ്റെ മുന്നോടിയായിരുന്നു. 2004 T20 ലോകകപ്പിൽ വെസ്റ്റ് ഇൻഡീസിൻ്റെ മണ്ണിലേക്ക് അദ്ദേഹം വിമാനം കയറുമ്പോൾ ലക്ഷ്യം ഒന്നേ ഉണ്ടായിരുന്നുള്ളൂ: കൈവിട്ടുപോയ ആ സുവർണ്ണ കിരീടം. 2020 ലോകകപ്പിൻ്റെ ഫൈനൽ മത്സരം നടക്കുകയാണ്. ദക്ഷിണാഫ്രിക്കയ്ക്കെതിരെ ഇന്ത്യ കഷ്ടപ്പെടുന്നു. ഓരോ പന്തിലും ശ്വാസമടക്കി പിടിച്ച നിമിഷങ്ങൾ. ഒടുവിൽ സൂര്യകുമാർ യാദവിൻ്റെ ആ അവിശ്വസനീയമായ കാഴ്ചയും ഹാർദിക് പാണ്ഡ്യയുടെ മികച്ച അവസാന ഓവറും ഇന്ത്യയെ ലോകത്തിൻ്റെ നെറുകയിലെത്തിച്ചു. മൈതാനത്ത് വീണ് കിടന്ന് മണ്ണിൽ ചുംബിക്കുന്ന രോഹിത്തിനെ രാജ്യം അന്ന് കണ്ടു. 2023 ഒഴുക്കിയ സങ്കടത്തിൻ്റെ കണ്ണീരായിരുന്നെങ്കിൽ ബാർബഡോസിലെ മണ്ണിൽ വീണത് ആനന്ദ കണ്ണീരായിരുന്നു. ഒടുവിൽ ആ ശാപം തീർന്നു. ഇന്ത്യ വിശ്വവിജയികളായി. വിജയഗാഥ അവിടെയും അവസാനിച്ചില്ല. 2025 ഫെബ്രുവരിയിൽ നടന്ന ICC ടൂർണമെൻറ്റ് രോഹിത് ശർമ്മ തൻ്റെ പടയോട്ടം വീണ്ടും തുടർന്നു. ഒരു ICC കിരീടം നഷ്ടപ്പെട്ടതിൻ്റെ ബലം ബാക്ക് ടു ബാക്ക് ICC കിരീടങ്ങൾ. 2004 T20 ലോകകപ്പ്, 2025 ചാമ്പ്യൻസ് ട്രോഫി. ഇത് രണ്ടും രോഹിത് ശർമ്മ തൻ്റെ ഷെൽഫിലെത്തിച്ചു. രോഹിത് നന്നായി കളിക്കുമ്പോൾ മറ്റേത് താരത്തെക്കാൾ ഭംഗി ഉണ്ട് അദ്ദേഹത്തിൻ്റെ ബാറ്റിങ്ങിന്. അയാൾ കോപ്പി ബുക്ക് ഷോട്ടുകളുടെ തമ്പുരാനൊന്നുമല്ല. ക്രിസ് ഗെയിലിനെ പോലെ തുടക്കം മുതൽ വെടിക്കെട്ട് നടത്തുന്ന താരവുമല്ല. എന്നാലും എന്തോ ഒരു ഭംഗി രോഹിത്തിൻ്റെ ബാറ്റിങ്ങിനുണ്ട്. അത് ആ ഒരു അഴക് തന്നെയാണ് രോഹിത് ശർമ്മയെ ഈ കാലയളവിൽ മുഴുവൻ ആരാധകരുടെ ഫേവറേറ്റ് ആക്കിയത്. ഒരിക്കൽ ഇതിഹാസ താരം സച്ചിൻ ടെണ്ടുൽക്കർ ഇങ്ങനെ പറഞ്ഞു: മറ്റുള്ളവർ നിങ്ങൾക്ക് നേരെ കല്ലെറിയുന്നുണ്ടെങ്കിൽ നിങ്ങൾ അവയെ നാഴിക കല്ലുകളാക്കി മാറ്റുക. രോഹിത് ശർമ്മ വിമർശനങ്ങളെ തനിക്കുണ്ടായിരുന്ന മടിയെ ബാറ്റ് കൊണ്ട് മറുപടി കൊടുക്കുന്ന ഹിറ്റ്മാനായത് ഇന്നത്തെ യുവതാരങ്ങൾക്ക് വലിയ പാഠമാണ്. പരിശ്രമിക്കാതെ വിജയിക്കില്ല. പോരാടുക. അവസാന ശ്വാസം വരെ പോരാടുക. പിറന്നാൾ ആശംസകൾ പ്രിയ ഹിറ്റ്മാൻ. ഇനിയും ഞങ്ങളെ വിസ്മയിപ്പിക്കുന്നത് തുടരുക.